എല്ലാ പേർക്കും ഡാർലിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ്. ഈ പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഏത്തപ്പഴം, മൈദാമാവ്, ഉപ്പ്, പഞ്ചസാര, വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം. ഇനി ചെയ്യേണ്ടത് ഈ പഴത്തിന് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് മൈദാമാവിൽ ഒരു നുള്ളു ഉപ്പ്, 1.5 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടുവാനോ കുറയുവാനോ പാടില്ല. മിക്സ് ചെയ്യുമ്പോൾ ഒരു തരി പോലും വരാണ്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. വെള്ളം അധികമായാൽ ഈ മാവ് പഴത്തിൽ പറ്റിപ്പിടിക്കത്തില്ല. ഏതാണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പഴത്തിന് മാവിലോട്ട് നല്ലപോലെ മുക്കിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, മാവ് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ കോട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അടുത്ത് നമുക്ക് പാൻ എടുത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കിയ പഴത്തിനെ നല്ലപോലെ പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഉപയോഗിക്കേണ്ടതാണ്. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ്. അതിനിത്തിരി സ്വാദേറുന്നതാണ്. ഇപ്പോഴിത് ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ച് കൊടുക്കാം. ഇപ്പോഴിതാ നല്ലൊരു ഫ്രൈ ആവുന്ന മണം വരുന്നുണ്ട്. നിങ്ങൾക്കിത് വീട്ടിൽ വൈകുന്നേരം ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10 മിനിറ്റിൽ പെട്ടെന്ന് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പലഹാരമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴംപൊരി നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. നാവിൽ വെള്ളം ഊറുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം മറക്കരുത്. ഓക്കെ, ബൈ.